എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് HDP ചട്ടിയിൽ നട്ട വേങ്ങേരി വഴുതന കണ്ട നിങ്ങളെ കാണിക്കാനാണ്. അപ്പൊ ഇത് HDP ചട്ടിയിൽ വിത്ത് പാകി മുളപ്പിച്ച തൈയാണ് നട്ടത് കേട്ടാ. കണ്ട വേങ്ങേരി വഴുതന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട ഇതേപോലെ നല്ല നീളമുള്ള വഴുതന ആയിരിക്കുള്ളൂ. അപ്പൊ ഇത് ഉണ്ടായി വരുമ്പോ തന്നെ ഒരു വയലറ്റ് കളറായിരിക്കും. പിന്നെ ഇത് വലുതാകും തോറും ഒരു വെള്ളയും വയലറ്റും കളറായിരിക്കുള്ളൂ. നല്ല നീളത്തിലുള്ള വഴുതനങ്ങ ഇട്ട ഈ വേങ്ങേരി വഴുതന കണ്ട ഇത് കായ്ച്ചു കിടക്കണ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല ടേസ്റ്റുള്ള വഴുതനങ്ങയുമാണ്. അതുകൂടാണ്ട് ഇതൊരു നാടൻ വഴുതനങ്ങയാണ്. നമുക്ക് ഇതിന്റെ വിത്തുകള് പാകി മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. ഇഷ്ടം പോലെ കായ ഉണ്ടാവും കേട്ടാ. ഇതുമല്ലി ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, നിറച്ച് പൂവൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നിറച്ച് കായും ഉണ്ടാവും ഇതുമല്ലി. നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് നാള് നിൽക്കും നമ്മ ഒരു വഴുതനത്തൈ നട്ടുകഴിഞ്ഞാല്. പിന്നെ ഇതിന്റെ ഇല കണ്ട ഇലകളുടെ മുകൾ ഭാഗത്തൊക്കെ മുള്ളു പോലെ ഉണ്ടാവും. ഈ ഇലകളുടെ മുകൾ ഭാഗത്ത് ഈ തണ്ടുമലൊക്കെ മുള്ള് ഉണ്ട് കണ്ട. പിന്നെ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു വഴുതനയുടെ ഇനോട്ട വേങ്ങേരി എന്ന് പറയാം. നമുക്ക് ഒരെണ്ണം മതി കറിക്കൊക്കെ എടുക്കാനായിട്ട്. പിന്നെ നല്ല ടേസ്റ്റുള്ള വഴുതനങ്ങയുമാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിന്റെ വിത്തുകള് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യണത്. നമ്മ നടണ എല്ലാ വിത്തും തന്നെ മുളക്കും. അവിടെ ഒരു നാടൻ വെറൈറ്റിയാണ് ഈ വേങ്ങേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. വിത്ത് പാകി മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് പറിച്ച് നട്ടിട്ട് അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കമ്പോസ്റ്റ് വളങ്ങളെല്ലാം തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിൽ ആണെങ്കിൽ ചട്ടിയിൽ നടാം. താഴെ സ്ഥലമുള്ളവർക്ക് താഴെ നടാം. പിന്നെ ഗ്രോ ബാഗിൽ നടാം. നമുക്ക് ചട്ടികളിലും ഗ്രോ ബാഗുകളിലൊക്കെ നട്ട് നമ്മ ഇതേപോലെ നട്ട് വളർത്തുമ്പോ കണ്ട നമുക്ക് ഒരുപാട് നാള് വെള്ളക്കെട്ട് ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടുമല്ലോ. നമുക്ക് ചട്ടികളിലൊക്കെയാണ് ഇപ്പൊ എല്ലാവരും വഴുതനയൊക്കെ കൃഷി ചെയ്യണത്, ചട്ടികളിലും ഗ്രോ ബാഗുകളിലൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇതേപോലെ എപ്പോഴും നമുക്ക് കായ കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഇപ്പൊ ഒരു കായ ഉണ്ടായി കഴിയുമ്പോൾ അടുത്ത കായ ഉണ്ടായി, ഇങ്ങനെ നിറച്ച് കായകളായിരിക്കുള്ളൂ. നമ്മ നോക്കിയാല് നന്നായിട്ട് ഇത് പടർന്ന് പന്തലിച്ച് നിറച്ച് കായും പൂവൊക്കെ ആയിട്ട് നിൽക്കും. ഇങ്ങനെ നീളത്തിലാണ് ഇതിന്റെ വഴുതന വന്നത് കണ്ട. പിന്നെ നമുക്ക് ഇതിന്റെ കീടങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാല് മീലിബഗ് വെള്ളീച്ചയുടെ ഒക്കെ ശല്യം ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ചെടി നട്ടിട്ട് നമുക്ക് വേപ്പെണ്ണ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് വേപ്പെണ്ണയും സോപ്പ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 ദിവസം കൂടുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സ്യൂഡോമോണസ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പൂവും കായൊക്കെ ഇടാനായിട്ട് ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറവായിരിക്കുള്ളൂ. പിന്നെ ഇലകൾ കണ്ട ഇതേപോലെ പുഴുക്കളൊക്കെ തിന്നണേനാണ് നമുക്ക് ഈ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന് മഞ്ഞ കീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കീടങ്ങളൊന്നും ഈ വഴുതന ഒരു രോഗപ്രതിരോധ ശേഷി കൂടിയ ഒരു ഇനമാണ് വേങ്ങേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും തന്നെ വരൂല. നമുക്ക് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാല് നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഇനമാണ് ഈ വേങ്ങേരി വഴുതന. അപ്പൊ എല്ലാവരും വേങ്ങേരി വഴുതനകളുടെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും വീട്ടില് വേങ്ങേരി വഴുതനയൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.